പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അമ്മ മാതാവിന്റെ വലിയ മധ്യസ്ഥത്തിലും സംരക്ഷണത്തിലും അങ്ങയുടെ മക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ശപിക്കപ്പെട്ട മണ്ണില് ആലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് നടക്കുന്ന പിശാചിന്റെ ശക്തമായ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്ന, സംരക്ഷിക്കുന്ന അവിടുത്തെ വലിയ പരിപാലനയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകം ആ വിധത്തില് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഈ ദുഷ്ടന്റെ ശക്തിയിൽ നിന്ന്, അവന്റെ പ്രലോഭനത്തിൽ നിന്ന്, അവൻ വച്ചിരിക്കുന്ന കെണികളിൽ നിന്ന്, അവൻ വിരിച്ചിരിക്കുന്ന വലകളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളോർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകവും വിടുതലും ശക്തിയും നൽകി അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുടുംബത്തില്, മക്കളില്, ജീവിത മേഖലകളില് അതിശക്തമായി ഇടപെട്ട് വലിയ വിമോചനത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, വിടുതലിന്റെ അഭിഷേകം നൽകി ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. അതിനായിട്ട് കർത്താവേ, നിന്റെ കൃപയും സമാധാനവും ശക്തിയും എല്ലാ മക്കളിലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വേടന്റെ കെണികളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കർത്താവിന്റെ വലിയൊരു ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് അല്പസമയം നമ്മള് ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. വേടൻ ആരാണ്? വേടൻ എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളൊക്കെ വേടനെ കുറിച്ചും വേടന്റെ പ്രവൃത്തികളെ കുറിച്ചും ഒക്കെ നമ്മൾ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയാൻ എന്നെ പ്രേരിപ്പിച്ചു. വേടൻ എന്ന് പറഞ്ഞാല് വേട്ടയാടി പിടിക്കുന്നവൻ, അതിനുവേണ്ടി ഇരകളെ പിടിക്കാൻ വേണ്ടി കെണിവയ്ക്കുന്നവൻ, വലവിരിക്കുന്നവൻ, അവരെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങൾ ഉപയോഗിക്കുന്നവനാണ് വേടൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളില് പല സ്ഥലത്തും വേടനെ കുറിച്ചും വേടന്റെ പ്രവൃത്തികളെ കുറിച്ചും ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ പേര് തന്നെ വലിയ ഒരു പൈശാചികമായ ഒരു പേരാണ്. നമുക്കറിയാം വേടന്റെ ഇരയെ പിടിക്കുന്ന രീതികൾ, അവൻ അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. വിശുദ്ധ ബൈബിളില് 2 വാക്യങ്ങളാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഒന്ന് കെണി എന്ന വാക്ക്, 2 വല എന്ന വാക്ക്. വേടൻ ഇരയെ പിടിക്കാൻ വേണ്ടി വയ്ക്കുന്ന 2 കാര്യങ്ങളാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോ, പണ്ട് ചെറുപ്പത്തിലൊക്കെ അപ്പച്ചന്റെ കൂടെ അല്ലെങ്കിൽ അപ്പച്ചന്റെ അനുജന്റെ കൂടെയൊക്കെ ഈ ഉറിവല എന്ന് പറഞ്ഞ വലയുണ്ട്. ഉറിവല എന്ന് പറഞ്ഞാല് നല്ല തോട്ടില് അല്ലെങ്കിൽ പുഴയില് ഈ വല ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് അതിന്റെ മധ്യേ എന്തെങ്കിലും വിശപ്പനുള്ള മത്സ്യത്തിന് ഇഷ്ടപ്പെട്ട, ചിലപ്പോൾ എന്താ പറയാ, അരിയൊക്കെ വറുത്ത് അതൊക്കെ ഇങ്ങനെ അവിടൊക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാകുത്തും, എന്നിട്ട് വയ്ക്കും. അത് വയ്ക്കുമ്പോ ഈ മത്സ്യങ്ങളൊക്കെ പാടെ കൂടി ഈ വല ഇങ്ങനെ വിരിച്ചു വെച്ചേക്കാം അതിന്റെ മധ്യത്തില് ഈ ഇരയ്ക്ക് വേണ്ടി വരും. അത് വന്നു കഴിയുമ്പോ കുറെ കഴിയുമ്പോണ്ടല്ലോ ഒറ്റ പൊക്ക്, ആ പൊക്കലിലുണ്ടല്ലോ ഒരു കൂട്ടം ഒത്തിരി മത്സ്യങ്ങൾ അതിൽപ്പെടും. ഇതുപോലെ കെണി വയ്ക്കുന്ന, വല വിരിച്ചു വെച്ചിരിക്കുന്ന വേടന്റെ പണി. മോഹന വാഗ്ദാനങ്ങള്, വിശപ്പ് ശമിപ്പിക്കുന്ന കാര്യങ്ങള്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജഡത്തിന് ആവശ്യമായ വിശപ്പുണ്ട്. ആ വിശപ്പ് ശമിപ്പിക്കുന്ന വസ്തുക്കള്, സുഖങ്ങള്, സന്തോഷങ്ങള്, ചില പാട്ടുകള്, ഇതൊക്കെ വച്ച് വേടന്റെ വലിയൊരു പൈശാചിക പ്രവൃത്തി ഇത് ലോകത്തിലുണ്ട്. അനേക മക്കളെ അതിലേക്ക് വീഴ്ത്തി, ആ കെണിപ്പെടുത്തി നശിപ്പിച്ച് പിന്നീട് ഡിപ്രഷനിലേക്ക്, ആത്മഹത്യയിലേക്ക്, ചതിയിലേക്ക്, വഞ്ചനയിലേക്ക് ഒക്കെ വീഴ്ത്തി മോഹന വാഗ്ദാനങ്ങൾ വച്ചു നീട്ടി വേടൻ ഒരു ഇരയെ വീഴ്ത്തുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കെണിയിൽ പെട്ടുകഴിഞ്ഞാൽ, വലയിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഇര വേടന്റെ പിടിയില. വേടന് ഇഷ്ടം പോലെ ചെയ്യും, അതിന് ഇഷ്ടം പോലെ ഉപയോഗിക്കും, ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അങ്ങനെ ആ ഇരയെ വേടൻ നശിപ്പിച്ചു കളയും. വേടന് ഇരയോട് കരുണയൊന്നുമില്ല. പിടിക്കണവരെ തീറ്റ കൊടുക്കും, മറ്റു കാര്യങ്ങൾ ചെയ്യും, സുഖിപ്പിക്കും, സന്തോഷിപ്പിക്കും, ഒത്തിരി മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും. അങ്ങനെ കെണിയിൽ വീണ് കിട്ടിയ നശിപ്പിച്ചു കളയുന്ന, കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവനാണ് വേടൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളില്
91 സങ്കീർത്തനം നമുക്കൊക്കെ സുപരിചിതമാണ്. അതിന്റെ 3-ാമത്തെ വചനത്തില് കർത്താവിന്റെ വചനം പറയാണ്, അവിടുന്ന് നിന്നെ വേടന്റെ കയ്യിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. വേടന്റെ കെണിയിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വേടൻ വച്ചിരിക്കുന്ന കെണികളെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പ്രത്യേകം പറയുമ്പോ സംരക്ഷണം, അത്യുന്നതന്റെ സംരക്ഷണത്തെ കുറിച്ച് പറയുമ്പോ വലിയൊരു വാഗ്ദാനമാണ്. അവിടുന്ന് നിന്നെ വേടന്റെ കെണി. ഇന്ന് ലോകത്തിലേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ മക്കളുടെ മുമ്പില് വല വിരിച്ചിരിക്കുന്ന, കെണി വച്ചിരിക്കുന്ന വേടന്മാർ ഇഷ്ടം പോലെയാണ്. ആ കെണിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മുടെ മക്കൾ ഇറങ്ങാൻ. ഞാൻ ചിലപ്പോ കാണും, ഈ വേടനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ മക്കള് അതിന്റെ പിന്നാലെ പോകുന്നു, ഇര തേടി പോകുന്നു, പല പല കാര്യങ്ങൾക്ക് വേണ്ടി പോണു. അങ്ങനെ വേടന്റെ കയ്യിൽപ്പെട്ട് നശിച്ചു പോകുന്ന അനേക മക്കൾ. കൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം പറയാണ്, വേട്ടക്കാരനിൽ നിന്ന് മാനിനെ പോലെയും പക്ഷിയെ പോലെയും രക്ഷപ്പെട്ടുകൊള്ളുക. വേടൻ, വേട്ടക്കാരൻ, ഈ വേട്ടക്കാരനിൽ നിന്ന് മാനിനെ പോലെ ഓടി രക്ഷപ്പെടാൻ അവന് വചനം പറയാ, ഓടി രക്ഷപ്പെട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മനസ്സിലേക്ക് വരിക. തിമോത്തിയോസിനോട് 2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനത്തില് ഈ കെണിയെ കുറിച്ച് അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. പിശാച് തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അവരെ വീഴ്ത്തി കെണിയിൽ ആക്കിയിരിക്കണം. 26-ാമത്തെ വചനം, പിശാച് തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. ചില കെണി വീഴ്ത്തി. ഇതിനാണ് അവരെ പിശാചിന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കി കെണിപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് കർത്താവിന്റെ വചനം ഇവിടെ പറയാണ്, യുവസഹജമായ 22-ാമത്തെ വചനം, 1 തിമോത്തി 2:22 പറയാ, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക. പറഞ്ഞില്ലേ, കെണിയിൽ നിന്ന് മാനിനെ പോലെയും പക്ഷിയെ പോലെയും ഓടി അകലുക. കെണി വച്ചിട്ടുണ്ട് വേടന്മാര്. അതുകൊണ്ട് ആ കെണിയിൽ നിന്ന് ഓടിക്കൊള്ളാനാ പറഞ്ഞേ. എന്ന് പ്രിയപ്പെട്ട മക്കളെ, യുവസഹജമായ മോഹങ്ങൾ, യുവത്വത്തിന്റെ കാലഘട്ടത്തില് പലതിനും വേണ്ടി വെമ്പൽ കൊള്ളുന്ന മക്കള്, ഈ കാലഘട്ടത്തില് അതിന്റെ പിന്നാലെ ആ പാട്ട് ഈ പാട്ട്, ഈ ഇര തേടി യുവസഹജമായ മോഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വേടന്റെ പിന്നാലെ അണിനിരക്കുന്ന, എന്താ പറയാ, വേടന്റെ പിന്നാലെ ഓടിക്കൂടുന്ന അനേക മക്കള്. യുവസഹജമായ മോഹം, അതിൽ നിന്ന് ഓടാനാ പറഞ്ഞേ. എന്ന് ഓടാനെ നമ്മുടെ മക്കള് അതിന്റെ പിന്നാലെ അതിനോട് ചേർന്ന് ആ കെണിയിലേക്ക്, ആ വലയിലേക്ക് ഇതാ ഓടിയെടുക്കുകയാണ്. അതാണ് വചനം പറഞ്ഞത്, കെണിയിലേക്ക് പക്ഷി എന്ന പോലെ, കെണിയിലേക്ക് ഇര എന്ന പോലെ ഇതാ നമ്മുടെ മക്കള് ഈ വേടൻ വച്ചിരിക്കുന്ന കെണികളിലേക്ക്, വലകളിലേക്ക് ഓടിച്ചെല്ലുക. കർത്താവ് പറയാ, മക്കളെ, ഈ കെണിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആ കെണിയിൽ നിന്ന് ഓടി അകലേണ്ട ദൈവത്തിന്റെ മക്കൾ ഈ വേടന്റെ കെണിയിൽ ചെന്ന് പെടാൻ വേണ്ടി അതിന്റെ പിന്നാലെ വേടനെ തേടി, വേടന്റെ കാര്യത്തിന്, വേടം വെച്ച ആ യുവസഹജമായ മോഹങ്ങൾക്ക് വേണ്ടി ഓടിപ്പോയിട്ട് നശിക്കുന്ന മക്കൾ എന്നത് ശക്തമായിട്ട് നമ്മൾ വെളിപ്പെട്ട് വരുന്നൊരു കാലഘട്ടമാണ്. ഇന്നൊന്നുമല്ല, എത്രയോ വേടന്മാര്, എത്രയോ പ്രലോഭനങ്ങള്. ഞാൻ എന്റെ പൗരോഹിത്യ ജീവിതത്തില് അനേക യുവമക്കളുമായിട്ട് ഇടപെട്ടപ്പോഴൊക്കെ പല പല വേടന്മാരുടെയും കെണിയിൽപ്പെട്ട് മോഹന വാഗ്ദാനത്തിൽ കുരുങ്ങി, വിവാഹം കഴിച്ചോളാം, അങ്ങനെ കൊണ്ടുപോക്കണം, ഇങ്ങനെ ചെയ്തേക്കാം, അങ്ങനെ പല മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ആ കെണിയിൽപ്പെട്ട് നശിച്ചു പോയ അനേക മക്കള്, ആത്മഹത്യ ചെയ്തു പോയ മക്കള്, ഡിപ്രഷനിൽപ്പെട്ടു പോയ മക്കള്, പിന്നീട് കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞ് എല്ലാം നശിച്ചു പോയ അനേക മക്കള്. അവിടെ ചെല്ലേണ്ട മക്കള്, പഠിക്കുന്ന മക്കള്, ജോലിയുള്ള മക്കള്, ഉന്നത സ്ഥാനത്തെത്തേണ്ട മക്കള് ഈ വേടന്റെ വലയിൽ കുരുങ്ങി കെണിയിൽപ്പെട്ട് നശിച്ചു പോയ അനേക മക്കള്. അതുകൊണ്ട് സങ്കീർത്തനം 124-ന്റെ 7-ാമത്തെ വചനം പറയാണ്, വേടന്റെ കയ്യിൽ നിന്ന് പക്ഷി എന്ന പോലെ നാം രക്ഷപ്പെട്ടു, കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു. ദൈവത്തിന്റെ പരിപാലനെ കുറിച്ച് പറയാണ്, സാഹചര്യത്തിൽ ദൈവം നയിച്ചു. പല സംഭവങ്ങള്, പല പല അറ്റാക്കുകള്, ശത്രുവിന്റെ ആക്രമണങ്ങള്, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതിനെ കുറിച്ച് കർത്താവിന്റെ സാന്നിധ്യം, കർത്താവ് കൂടെ നിന്ന് ആ ജനത്തെ നയിച്ചു.
കർത്താവിന്റെ നാമത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് 124 സംഗീതം പറയാം. അവിടെ പറയാണ്, അവിടെ 7-ാമത്തെ വചനം പറയാം, വേടന്റെ കയ്യിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു. പറയാ, കെണികൾ തകർന്ന് നാം രക്ഷപ്പെട്ടു. കർത്താവിന്റെ സാന്നിധ്യത്തില്, കർത്താവിന്റെ ശക്തിയില്, കർത്താവിന്റെ മക്കളെ കർത്താവ് കെണികൾ തകർത്ത് വേടന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച വലിയ അത്ഭുതങ്ങളെ ഈ ജനം നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെ മക്കളെ, ഈ ദിവസങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പല സംഭവങ്ങള്, തകർന്നു പോയ മക്കള്, ഇവിടെ വന്നിരുന്ന് എണ്ണിപ്പറക്കുന്ന മക്കള്, ഇങ്ങനെ നശിച്ചുപോയ മക്കളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോ ഈ കെണികളെ നമ്മുടെ മക്കൾ തിരിച്ചറിയണം. ഇഷ്ടംപോലെ വേടന്മാര് അവിടെ ഇവിടെയുണ്ട്. ഒരു പല പല യുവസഹജമായ മോഹങ്ങൾക്ക് അടിമപ്പെടുത്തിക്കൊണ്ട് അനേകം കാര്യങ്ങള്, അനേകം എന്താ പറയാ, റോക്ക് മ്യൂസിക് അല്ലെങ്കിൽ മെറ്റൽ മ്യൂസിക് ഇടിച്ച് പൊളിച്ച് തകർത്ത് ആടുന്ന പാട്ടുകള് കൊണ്ടുവരുമ്പോ അതിലൂടെ വല വിരിച്ച് കെണി വിരിച്ച് നമ്മുടെ മക്കളെ വീഴ്ത്തുകയാണ് എന്നുള്ള സത്യം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അതിൽ നിന്ന് ഓടിക്കൊള്ളണം. അതിലെ കെണിയിൽ നിന്ന് മാനെന്ന പോലെ നമുക്കറിയാം, ഒരു കെണി കണ്ട മാൻ ഓടണ ഓട്ടമുണ്ട്. ഫാസ്റ്റായിട്ട് ഓടണേ. കെണിയിലങ്ങനെ തൊട്ട് കെണി കണ്ട് എന്ന് പറഞ്ഞ പക്ഷി പെട്ടെന്ന് പറഞ്ഞു. ഇതുപോലെ കർത്താവ് പറയാ, മക്കളെ കെണിയിൽ നിന്ന് മാൻ എന്ന പോലെ, മാനിനെ പോലെ, വലയിൽ നിന്ന് പക്ഷി എന്ന പോലെ ഓടിക്കൊള്ളണം. യുവ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിക്കൊള്ളാനാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേടനെ തിരിച്ചറിയാം, വേടന്റെ സ്വഭാവം തിരിച്ചറിയാം. വേടൻ നല്ല ഭക്ഷണം വെച്ച് വിളമ്പും, വേടൻ നല്ല വാഗ്ദാനങ്ങൾ നൽകും, വേടൻ മോഹനമായ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയും. യുവസഹജമായ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, ആ യുവസഹജമായ വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്ന പലതും വേടൻ യുവത്വത്തിന്റെ മുമ്പില്, നമ്മുടെ മുമ്പില് വന്ന് വിളമ്പും. അത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടി ഏസാവിന്റെ മുമ്പില് ചമന്ന പായസം വിളമ്പിക്കൊണ്ട് യാക്കോബിനെ പോലെ കടിഞ്ഞൽ പുത്രസ്ഥാനവും വലിയ മഹത്വത്തിന്റെ സ്ഥാനവും നഷ്ടപ്പെടുത്താൻ അനേകം പൈശാചിക പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോ അറിയണം, ഇത് വേടനാണ്. വേടന് ഒറ്റ സ്വഭാവമുള്ളൂ: കൊല്ലുക, നശിപ്പിക്കുക, ഇരയെ പിടിക്കുക, അതിനെ ഉപയോഗിക്കുക, അവന് ഇഷ്ടം പോലെ ചെയ്യാം. അതുകൊണ്ട് ഈ വേടന്റെ പ്രവൃത്തിയെ സൂക്ഷിക്കണമെന്ന് തിരുവചനത്തില് ഒത്തിരി ഇടങ്ങളിൽ പറയുമ്പോ 91-ാം സങ്കീർത്തനത്തിൽ ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന സംരക്ഷണത്തിൽ പറയുന്ന വലിയ കാര്യമാണ്, വേടന്റെ കെണിയിൽ നിന്ന് ഞാൻ സംരക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ സത്യം അറിയണം. നമ്മുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ വേടന്മാരാൽ ചുറ്റപ്പെട്ട പ്രലോഭനത്തിന്റെ കെണികളുടെ വലകൾ വിരിച്ചിരിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മക്കളും ഈ 91-ാം സങ്കീർത്തനം പ്രാർത്ഥിച്ചിട്ട ഒത്തിരി മക്കൾ പോണേ വേടന്റെ കെണിയിൽ നിന്ന്, മാരകമായ മഹാമാരിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയണം, വേടൻ വെച്ചിരിക്കുന്ന കെണിയുണ്ട്. ആ കെണിയിൽ ചാടാതിരിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മാനിനെ പോലെ കെണി കണ്ടാൽ ഓടിക്കൊള്ളണം, വല കണ്ടാൽ ഓടിക്കൊള്ളണം. സർപ്പത്തിൽ നിന്ന് പോലെ പാപത്തിൽ നിന്ന് ഓടിക്കൊള്ളാൻ പറഞ്ഞത് ഈ വേടന്റെ കെണി കണ്ട് വല കണ്ട് തിരിച്ചറിയണം, നാശത്തിലേക്ക് നയിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഒരു അവബോധം മക്കൾക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. മക്കളും പ്രാർത്ഥിക്കുകയും, മക്കളെ ഇതിങ്ങനെ കെണിവച്ചിരിക്കുക, വീഴാതിരിക്കാൻ അത്യുന്നതന്റെ സംരക്ഷണം കർത്താവ് എനിക്ക് വേണം. കെണിപ്പെടാതെ എന്നെ രക്ഷിക്കണം, എന്റെ മക്കളെ രക്ഷിക്കണം, എന്റെ കുടുംബത്തെ രക്ഷിക്കണം. കണ്ണീരോടെ പ്രാർത്ഥിക്കണം. മക്കളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മുടെ മക്കളെ പ്രതിഷ്ഠിക്കണം. അമ്മയുടെ നീലങ്കിയിൽ നമ്മുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണം. മാതാവിന്റെ സംരക്ഷണം ചോദിച്ചു വാങ്ങണം. കെണി വച്ചിരിക്കുന്ന, വല വിരിച്ചിരിക്കുന്ന എല്ലാ വേടന്മാരെയും തിരിച്ചറിഞ്ഞ് അതിലേക്ക് ചെന്നപ്പെടാതെ, അവന്റെ മോഹന വാഗ്ദാനങ്ങൾക്ക് അടിയപ്പെടാതെ, യുവസഹജമായ മോഹങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന വേടന്റെ വിശപ്പ് ശമിപ്പിക്കുന്ന ഭക്ഷണത്തെ തൊട്ടു നോക്കാതെ അതറിഞ്ഞു ഓടി നോക്കണം. അത് കേറിയിട്ട് ആ വിശപ്പ് ശമിപ്പിക്കുന്ന ആ മോഹങ്ങൾക്ക് വേണ്ടി ഓടി കേറിയാൽ വല ഉയർത്തപ്പെടും, അതിൽ കുരുക്കപ്പെടും, കെണി അടയപ്പെടും, കെണിയിൽ വീഴ്ത്തപ്പെടും. പിന്നെ പോയി, പിന്നെ രക്ഷപ്പെടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് ഈ വേടന്റെ കെണിയിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെ പൊന്നുപോലെ കാത്തു രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വേടനെ തിരിച്ചറിഞ്ഞ്, വേടന്റെ കെണികളെ തിരിച്ചറിഞ്ഞ്, വേടന്റെ വലകളെ തിരിച്ചറിഞ്ഞ്
ഓടി രക്ഷപ്പെടാൻ പറഞ്ഞ കർത്താവിന്റെ വചനം അനുസരിച്ച് മാനിനെ പോലെ അവിടെ ഇങ്ങനെ നിൽക്കാല. കെണി കണ്ടാ പിന്നെ മാൻ ഓട്ടം കണ്ടങ്ങള് വെടിവെച്ച പോലെ വെടി അല്ലെങ്കിൽ വേടനെ കണ്ടു, അല്ലെങ്കിൽ വേടന്റെ കെണി കണ്ടു, അതിന്റെ ഒരു അവസ്ഥ ഉണ്ടായി. പിന്നെ മാൻ പോണ പോക്ക് എന്നാ പോക്ക, അതുപോലെ ഓടിക്കോളും. പക്ഷേ ഒരു വേടനെ കണ്ടു, വേടന്റെ അമ്പ് കണ്ടു, വേടന്റെ കെണി കണ്ടു, തിരിച്ചറിഞ്ഞു. പിന്നെ ഒരു ഒറ്റ പറക്കലുണ്ട്, രക്ഷപ്പെടാനുള്ള പറക്കല്. അതുപോലെ വേടനിൽ നിന്ന്, അവന്റെ കെണിയിൽ നിന്ന്, അവന്റെ വലയിൽ നിന്ന് നമ്മുടെ മക്കള് ഓടിക്കൊള്ളണം, പറന്ന് രക്ഷപ്പെട്ടോളണം. അതിനുള്ള ജ്ഞാനം, അഭിഷേകം, ശക്തി, കൃപ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനൊപ്പം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് പറഞ്ഞില്ലേ അവിടുന്ന് നിന്നെ വേടന്റെ കയ്യിൽ നിന്നും മാരകമായ മഹാമാരി രക്ഷിക്കുമെന്ന്. കർത്താവ്, ഞങ്ങളുടെ മക്കളെ വേടന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. ദുഷ്ടസാത്താന്റെ ആലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം നോക്കിക്കൊണ്ട് കെണിവച്ച് വല വച്ചിരിക്കുന്ന സാത്താനാകുന്ന വേടന്റെ പിടിയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ എന്ന് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാതാവിന്റെ മധ്യസ്ഥത്തില് ദിവ്യകാരുണ്യത്തിന്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തിന്റെ വാഗ്ദാനങ്ങളും ഈ വചനത്തിന്റെ അവസ്ഥകളും ഒക്കെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, വേടന്റെ പിടിയിൽ നിന്ന്, വേടന്റെ കിടിയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണം, രക്ഷപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു, സത്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ നശിച്ചു പോകാതെ രക്ഷിക്കാൻ അങ്ങ് നൽകുന്ന സംരക്ഷണം, അങ്ങ് നൽകുന്ന രക്ഷ തിരിച്ചറിവോടെ സ്വന്തമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ലോകത്തില് കെണിവച്ചിരിക്കുന്ന, വല വച്ചിരിക്കുന്ന വേടന്മാര് ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ള സത്യം ഞങ്ങൾ അറിയുന്നു. കർത്താവേ, കെണിവച്ച് യുവസഹജമായ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തില് അനേകം വിശപ്പ് ശമിപ്പിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങള്, കർത്താവേ, പാട്ടും ഭക്ഷണവും സുഖങ്ങളും ലഹരിയും കഞ്ചാവും മയക്കുമരുന്നും മറ്റെല്ലാം ലഹരിയായിട്ടുള്ള അവസ്ഥകള്, യുവസഹജമായ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൊണ്ട് വലവിരിച്ച് കെണിവച്ച് വേടന്മാർ കാത്തിരിക്കുമ്പോ, കർത്താവേ, അങ്ങ് പറഞ്ഞില്ലേ ഞാൻ അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്ന് രക്ഷിക്കുമെന്ന്. അങ്ങ് പറഞ്ഞില്ലേ കെണിയിൽ നിന്ന് ഓടി രക്ഷപ്പെടണം, മാനിനെ പോലെ, പക്ഷിയെ പോലെ എന്ന് അങ്ങ് പറഞ്ഞു. അത്രമാത്രം കെണികൾ കൊണ്ട് നിറയപ്പെട്ട ലോകത്ത് ജീവിക്കുന്ന മക്കളാ ഞങ്ങളുടെ മക്കള്. അനേക മക്കളെ കണ്ടു, വേടന്റെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് വീണുപോയ മക്കള്. ഒത്തിരിയേറെ മോഹങ്ങൾ നൽകി, ഒത്തിരിയേറെ വശീകരിച്ചു, ഒത്തിരിയേറെ പാപകരമായ പ്രവൃത്തിയിലേക്ക് വീഴ്ത്തി. കർത്താവേ, നശിച്ചു പോയ ഞങ്ങളുടെ മക്കള് രക്ഷപ്പെടാൻ പറ്റാതെ കെണിപ്പെട്ട് വലിയ കുരുങ്ങി, കർത്താവേ, അവനിഷ്ടം പോലെ പ്രവർത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞ അനേക മക്കള്. കർത്താവേ, മക്കളെ സമർപ്പിക്കുന്നു. അവിടെ മാനസികമായ അവസ്ഥ ഉണ്ടായ അനുഭവങ്ങള്, അതിലൂടെ വന്ന ഡിപ്രഷൻ, ചില നിരാശ, കുറ്റബോധം, നഷ്ടപ്പെട്ടല്ലോ എല്ലാം എന്നുള്ള ചിന്ത, അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്. കർത്താവ് ഒത്തിരി മക്കളെ കണ്ടു, ഒത്തിരി മക്കളെ കേൾക്കുന്നു. ആ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി അങ്ങേക്കല്ലാതെ ഈ കെണിയിൽ നിന്ന്, ഈ പിടിയിൽ നിന്ന്, ഈ വഴിയിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കുമാകില്ലല്ലോ. കർത്താവേ, അങ്ങയുടെ മക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അങ്ങ് പറഞ്ഞില്ലേ കെണിയിൽ നിന്ന് രക്ഷിക്കും, വരകൾ തകർത്ത് അങ്ങയുടെ മക്കളെ മോചിപ്പിക്കും. കർത്താവ്, മോചിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവേ, അങ്ങ് പറഞ്ഞ പോലെ ഈ കെണി ചെന്ന് പെടാതെ യുവസഹജമായ മോഹത്തിൽ നിന്ന് ഓടിപ്പോകാൻ, ഓടി അകലാൻ ഞങ്ങളുടെ മക്കൾക്ക് മാതാവിന്റെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബോധവും ജ്ഞാനവും നൽകി, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധി അമ്മേ, യഥാർത്ഥമായ ബോധം നൽകി, ജ്ഞാനം നൽകി, വേടനെ തിരിച്ചറിഞ്ഞ്, കെണികൾ തിരിച്ചറിഞ്ഞ്, വലകൾ തിരിച്ചറിഞ്ഞ്, വരാൻ പോകുന്ന നാശത്തെ തിരിച്ചറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകണം. ഞങ്ങളുടെ മക്കളാരും വേടന്റെ കെണി ചെന്ന് പെടാൻ പാടില്ല. ഞങ്ങളുടെ മക്കളാരും വേടന്റെ വലയിൽ ചെന്ന് വീഴാൻ പാടില്ല. ഞങ്ങളുടെ മക്കളാരും അവന്റെ ഇഷ്ടത്തിന് നശിപ്പിക്കപ്പെടാൻ പാടില്ല. സാത്താന്റെ ആധിപത്യങ്ങളെ, അവന്റെ എല്ലാ കെണികളെ, അവന്റെ വലകളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, തകർത്ത് പ്രാർത്ഥിക്കുന്നു.
ആ കെട്ടുകൾ പൊട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ മോചിപ്പിക്കണം. ഒത്തിരിയേറെ മക്കളുണ്ട് മക്കളെ, കെണിപ്പെട്ടു പോയ മക്കള്, വലിയ കുരുങ്ങിപ്പോയ മക്കള്, എല്ലാം നഷ്ടപ്പെട്ട മക്കള്, വിശുദ്ധി നഷ്ടപ്പെട്ടു, പഠനം നഷ്ടപ്പെട്ടു, ജീവിതം നഷ്ടപ്പെട്ടു, മനസ്സ് തന്നെ നഷ്ടപ്പെട്ടു. ഒത്തിരിയേറെ മക്കള്, കരുണയായിരിക്കണേ കർത്താവേ. ഞങ്ങളുടെ മക്കൾക്ക് ആർക്കും ഈ ഒരു ഗതി വരാതിരിക്കട്ടെ കർത്താവേ. കെണിയപ്പെട്ട് ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചുപോയ മക്കള്, അവരെ വീണ്ടെടുക്കണമേ കർത്താവേ, രക്ഷിക്കണമേ കർത്താവേ. വലിയൊരു അഭിഷേകവും ഇടപെടലും കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തില്, അങ്ങയുടെ സാന്നിധ്യത്തിൽ മക്കൾ പറഞ്ഞില്ലേ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തില് അങ്ങ് കൂടെ വസിച്ചുകൊണ്ട് കെണികളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. വലകളിൽ പെടാതെ അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചു. വലയപ്പെട്ടവരെ മോചിപ്പിച്ചു. അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ, അങ്ങയുടെ ശക്തി പ്രകടമാകട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് വലിയ ശക്തി പ്രവഹിക്കട്ടെ. കെണികൾ തകർക്കുന്ന ശക്തി, വലകളെ തകർക്കുന്ന ശക്തി, വേടന്റെ പിടിയെ തകർത്തെറിയുന്ന ശക്തി വിശുദ്ധ കുർബാനയിൽ നിന്ന് ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലേക്ക് പ്രവഹിക്കട്ടെ. ദൈവിക ജ്ഞാനം നിറയട്ടെ, ദൈവിക ശക്തി നിറയട്ടെ. തിരക്തം കൊണ്ട് ബുദ്ധി, മനസ്സ്, ചിന്ത, വികാരങ്ങൾ കർത്താവെ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇവ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ ഓടി അകലട്ടെ, അങ്ങയിലേക്ക് ഓടി വരട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, എന്ന് കേട്ട വലിയ സന്ദേശം ഈ കാലഘട്ടത്തിന്റെ വലിയൊരു സത്യമാണ് മക്കളെ. അതിൽ പെടാതെ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ വലിയ കൃപ വേണം, വലിയ ദൈവാനുഗ്രഹം വേണം, കർത്താവിന്റെ സംരക്ഷണം വേണം, അത്യുന്നതന്റെ സംരക്ഷണം വേണം. പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ മക്കൾ വിദേശത്തോ ദൂരസ്ഥലത്തോ പഠിക്കാനോ കോളേജിലോ പുറത്തൊക്കെ പോകുമ്പോ ഈ ഒരു സംരക്ഷണം നമ്മുടെ മക്കൾക്ക് വേണം. മക്കൾ ചില കാര്യങ്ങൾ അറിയണം. ഓടേണ്ട ഇടത്തിൽ നിന്ന് ഓടിക്കൊള്ളണം. അവിടെ പിന്നെ തങ്ങി നിൽക്കാൻ പാടില്ല. വലിയ കൃപ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണമേ. പ്രാർത്ഥിക്കുന്നു കർത്താവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണുപോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ, രക്ഷിക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മക്കളുടെ ഈ മേഖലയിലുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മക്കളെ, ലഹരിയുടെ കെണിപ്പെട്ടു പോയ മക്കള്, പ്രേമക്കുരുക്കിൽ വീണുപോയ മക്കള്, പഠനം പോലും മുടങ്ങിപ്പോയ മക്കള്, മൊബൈലിന് കെണിപ്പെട്ടു പോയ മക്കള്, പല ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ, വലയിൽ കുരുങ്ങിപ്പോയ മക്കള്, വേടന്റെ പിടിയിൽ പെട്ടുപോയ മക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, കരുണയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിച്ച് വിടുവിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിന്റെ ശക്തി പ്രകടമാക്കി, ശക്തി പ്രവഹിപ്പിച്ച് ആ വരങ്ങൾ ചൊരിഞ്ഞ് എല്ലാ കെണിയിൽ നിന്നും എല്ലാ വാരിൽ നിന്നും മോചിപ്പിക്കണമേ ഞങ്ങളുടെ മക്കളെ. അതോടൊപ്പം ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ, മുതിഞ്ഞു പിടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഒരു കെണിയിലും പെടാതെ, ഒരു വലയിലും കുരുങ്ങാതെ, ഒരു വേടന്റെ കയ്യിലും ചെന്ന് പെടാതെ ഞങ്ങളുടെ പൊന്നുമക്കളെ അങ്ങേ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിൽ ചേർത്ത് പിടിക്കണമേ. നീലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ.
യോസേപ്പിതാവിന്റെ പവിത്ര മേലങ്കിക്കുള്ളിൽ ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ചു വളർത്തണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ.